ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ പറയാൻ ആഗ്രഹിക്കുന്നത് കങ്കാരു മദർ കെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എത്ര പേർക്കറിയാം കങ്കാരു മദർ കെയർ? നമ്മൾ കൂടുതലും പറയുന്നത് പ്രീടേം ബേബീസിന് വേണ്ടിയിട്ടാണ്. കാരണം പ്രീടേം ബേബീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിനോടൊപ്പം തന്നെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളും ആയിരിക്കും. അപ്പോൾ ഈ കങ്കാരു മദർ കെയർ കൂടുതലും ചെയ്തു കൊടുക്കുന്ന എഫക്റ്റ് കൂടുതലും ആവുന്നത് നമുക്ക് ഈ ഒരു പ്രീടേം ബേബീസിന് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്തു കൊടുക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് അച്ഛനോ അമ്മയോ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കങ്കാരു മദർ കെയർ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ ദേഹത്തോട് ചേർത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ കിടത്തുക, അതായത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞുങ്ങളെ കിടത്തുന്നതിനാണ് നമ്മൾ കങ്കാരു മദർ കെയർ എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങളിലെ ഹ്യൂമിഡിറ്റി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം പ്രീടേം ഒക്കെ ആകുമ്പോൾ നേരത്തെ വരുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് വയറ്റിൽ കിടന്ന് ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കിടക്കേണ്ട ടൈമിലാണ് ഇവർ പുറത്ത് വരുന്നത് അല്ലെ. അപ്പൊ അതേ ഒരു ഹ്യൂമിഡിറ്റി, അതേ ഒരു ചൂടും അമ്മയുടെ ആ ഒരു പ്രസൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കങ്കാരു മദർ കെയർ കൊടുക്കുന്നത് വളരെയധികം കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. മാത്രമല്ല കുഞ്ഞുങ്ങളെ ഹൈപ്പോതെർമിയ എന്ന ഒരു കണ്ടീഷനിലേക്ക് പോവാണ്ടിരിക്കും. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങളുടെ ദേഹത്തുള്ള ഊഷ്മാവ് കുറയുന്നത്, ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തണുപ്പ്, അതൊരു ആ ഒരു കോൾഡ്നെസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഈ ഒരു ഹൈപ്പോതെർമിയ എന്നൊരു കണ്ടീഷൻ കുറഞ്ഞു കിട്ടാനും നമുക്ക് ഈ കങ്കാരു മദർ കെയർ കൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാ അമ്മമാരും, പ്രീടേം ആയിട്ടുള്ള എല്ലാ അമ്മമാരും കൃത്യമായിട്ട് ഈ കങ്കാരു കെയർ നമുക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിനങ്ങനെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് കിടത്തി കുറച്ചു നേരം കിടത്തുന്നതിൽ വളരെയധികം നല്ലതാണ്. മാത്രമല്ല കുഞ്ഞുങ്ങൾ നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ ആണ്. അതായത് പ്രീടേം ഒക്കെ ആകുമ്പോൾ കൂടുതൽ NICUലൊക്കെ ആയിരിക്കും ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ ശ്വാസമൊക്കെ എടുക്കുന്നത് ഓക്കെ ആണെന്നൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. സോ അതിനുശേഷം അവര് നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്തു തുടങ്ങി എന്ന് ഇതിനു ശേഷം നമുക്ക് ഈ കങ്കാരു മദർ കെയർ കൊടുക്കുന്നതിൽ തെറ്റില്ല. സോ വേറൊരു പ്രത്യേക കാര്യം, കങ്കാരു മദർ കെയർ ചെയ്യുമ്പോൾ ഹൈജീൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരാണോ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കിടത്തുന്നത്, അതിൽ ആ കങ്കാരു മദർ കെയർ കൊടുക്കാൻ ഓക്കെ എന്നുള്ളവർ നല്ല രീതിയിലുള്ള ഹൈജീൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നല്ല ഹൈജീനോട് കൂടി വേണം നമ്മൾ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കിടത്തി കങ്കാരു മദർ കെയർ കൊടുക്കാൻ. കങ്കാരു മദർ കെയറിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.